ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? സോ ഇപ്പോൾ ഞാനിവിടെ ചോദിച്ചെന്താണ് പാടിക്കോട്ടെ, അല്ലെ ഞാനൊരു പെർമിഷൻ ചോദിക്കുകയാണ്. സോ ഇതുപോലെ ഇപ്പോൾ പാടിക്കോട്ടെ, ഞാൻ കഴിച്ചോട്ടെ, പോയിക്കോട്ടെ, വന്നോട്ടെ. സോ ഇങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് ഇംഗ്ലീഷിൽ ചോദിക്കുക? അതിന് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഷാൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷാൽ. ഇവിടെ എന്താണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? ഞാനാണ് അല്ലേ. ഞാൻ എന്താ പറയാ? ഷാൽ ഐ സിംഗ് എ സോങ്. ഷാൽ ഐ സിംഗ് എ സോങ്? ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ. ഓക്കെ, നമ്മളൊരു പെർമിഷൻ പോലെ ചോദിക്കുകയാണ്. സോ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഷാൽ എന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഷാൽ ഐ സിംഗ് എ സോങ് എന്നാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഞാൻ പാർട്ടിക്ക് വന്നോട്ടെ. ഇവിടെയും ചോദിക്കുകയാണല്ലേ ചെയ്യുന്നത്, ഞാൻ വന്നോട്ടെ എന്നുള്ളത്. ഇതെങ്ങനെയായിരിക്കും ചോദിക്കുക? ഷാൽ ഐ വന്നോട്ടെ എന്നാണ്. സോ ഷാൽ ഐ കം ടു ദ പാർട്ടി. ഷാൽ ഐ കം ടു ദ പാർട്ടി? ഞാൻ പാർട്ടിക്ക് വന്നോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഞാൻ ഇന്ന് നേരത്തെ പോയിക്കോട്ടെ. സോ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മളിപ്പം ഓഫീസിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചോദിക്കുക അല്ലേ, ഞാനൊന്ന് ഇന്ന് നേരത്തെ പോയിക്കോട്ടെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഷാൽ ഐ ലീവ് early today? Okay, shall I leave early today? ഞാൻ ഇന്ന് നേരത്തെ പോയിക്കോട്ടെ. ഓക്കെ, ഇപ്പോൾ ഓഫീസിൽ നിന്നാണെങ്കിൽ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ പോയിക്കോട്ടെ എന്ന് നമ്മളൊരു പെർമിഷൻ ആയിട്ട് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഷാൽ ഐ ലീവ് early today? ദ ഫസ്റ്റ് വൺ, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. ഷാൽ ഐ സിംഗ് എ സോങ്? ഞാൻ പാർട്ടിക്ക് വന്നോട്ടെ. ഷാൽ ഐ കം ടു ദ പാർട്ടി? ഞാൻ ഇന്ന് നേരത്തെ പോയിക്കോട്ടെ. ഷാൽ ഐ ലീവ് early today? നെക്സ്റ്റ് വൺ, ഞാൻ ഈ ബുക്ക് എടുത്തോട്ടെ. ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? സോ നമ്മളിപ്പം നേരത്തെ 3 സെൻറ്റൻസസ് പറഞ്ഞു. സോ ഇതേപോലെ വരുന്ന വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്, ബട്ട് യൂസ് ചെയ്യുന്ന വേർഡ് എന്തായിരിക്കും അവിടെ? ഷാൽ എന്നായിരിക്കും അല്ലേ. സോ ഇതെങ്ങനെ നമ്മളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക? ഞാൻ ഈ ബുക്ക് എടുത്തോട്ടെ എന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക? കോമെൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് കഫേൻ്റെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യുക. താങ്ക് യു. English Cafe. We present you the perfect English.